പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അനൗദ്യോഗിക പ്രചാരണത്തിന് ഇത്തവണ തുടക്കം കുറിച്ചത് ഗൾഫിൽ നിന്നുമാണ്. അതും മുഖ്യമന്ത്രി പിണറായി വിജയൻ. 5 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷത്തെ തൻ്റെ നേട്ടങ്ങളാണ് പ്രവാസികൾക്ക് മുന്നിൽ നിരത്തിയത്. 2021 തുടർഭരണം സമ്മാനിക്കണമെന്ന് പറയാനും മുഖ്യമന്ത്രി മറന്നില്ല. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നിരാശ പോയി. നല്ല പ്രത്യാശ ആളുകളിൽ വന്നു. എൻ്റെ നാട്ടിലും കാര്യങ്ങൾ നടക്കും എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ബഹ്റൈനിൽ നിന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടന തുടക്കം. കേരളീയ സമാജത്തിൽ പ്രവാസികളോട് സംസാരിക്കുമ്പോൾ 2016 മുതലുള്ള ഓരോ നേട്ടങ്ങളും മുഖ്യമന്ത്രി അക്കമിട്ട് നിരത്തി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, ദേശീയപാതാ വികസനം, തീരദേശ മലയോര പാതകളുടെ നിർമ്മാണം തുടങ്ങി പാഠപുസ്തക വിതരണമടക്കം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. കിഫ്ബി, ആർദ്രം മിഷൻ, ലൈഫ് മിഷൻ, ഇങ്ങനെ ഒന്നും വിട്ടുപോയില്ല. നല്ലൊരു ഭാഗം ഈ ഡിസംബർ മാസത്തോടെ നാഷണൽ ഹൈവേ പൂർത്തിയാകാൻ പോകുകയാണ്. ആ പൂർത്തിയാകുന്ന നാഷണൽ ഹൈവേയുടെ ഭാഗം ജനുവരിയിൽ മന്ത്രിയടക്കം വന്ന് കേരളത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നും ആ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. വകുപ്പുകൾ തിരിച്ച് ഓരോന്നും അക്കമിട്ട് നിരത്തിയതായിരുന്നു മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗം. 50,000 കോടിയുടെ വികസനം ലക്ഷ്യമിട്ട കിഫ്ബി 90,000 കോടി രൂപയുടെ വികസന പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കി. സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ തിരിച്ചെത്തി. പാഠപുസ്തക വിതരണത്തിലെ പാകപ്പിഴ പരിഹരിച്ചു. ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ താഴെയെത്തി. 1.25 മണിക്കൂർ നീണ്ട ബഹ്റൈൻ പ്രസംഗം 2016 മുതൽ 25 വരെയുള്ള ഭരണ നേട്ടങ്ങളുടെ കണക്കെടുപ്പ് തന്നെയായിരുന്നു. സർക്കാർ നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തുന്നതിനാണ്. ആ വികസനം ഉറപ്പുവരുത്തുന്നതിന് തടസ്സം നിന്ന് ആരുടെയെങ്കിലും കൂടെ നിൽക്കാനല്ല. ആ തടസ്സം തട്ടിമാറ്റിക്കൊണ്ട് നാടിൻ്റെ വികസനം ഉറപ്പുവരുത്താനുള്ള ബാധ്യത സർക്കാരിനാണ്. ഏത് സർക്കാരിനായാലും ആ സർക്കാരിനാണ്. ആ ബാധ്യത നിറവേറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. 2016 അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ രാജ്യത്ത് എവിടെയില്ലാത്ത, ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല, നമ്മുടെ ശ്രദ്ധയിലില്ല, ഒരു പുതിയ സമ്പ്രദായം നമ്മളവിടെ നടപ്പാക്കി. അതായത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പല വാഗ്ദാനങ്ങളും നൽകുമല്ലോ. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇറക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ. ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പായി എന്ന് പിന്നെ പരിശോധിക്കാറില്ല. എന്നാൽ ആ പരിശോധനയിലേക്ക് സർക്കാർ കടന്നു. ആദ്യം 2017 ഒരു വർഷം പൂർത്തിയായപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ നടപ്പാക്കി, ഇത്ര ഇനി ബാക്കിയുണ്ട് എന്നത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് നാടിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചു. 2021 അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ആകെ 600 വാഗ്ദാനങ്ങളായിരുന്നു. അതിൽ 580 വാഗ്ദാനങ്ങളും പൂർത്തീകരിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റായി ആ ഗവൺമെൻറ് വന്നു. വമ്പൻ സ്വീകരണമാണ് ബഹ്റൈനിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബ്, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, കേരളീയ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണപിള്ള തുടങ്ങിയവർ മുഖ്യമന്ത്രിയുമായി വേദി പങ്കിട്ടു. ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാകണം. 2 ദിവസം ബഹ്റൈനിൽ ചെലവിട്ട മുഖ്യമന്ത്രി വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ഒമാനായിരുന്നു 2ാമത്തെ സന്ദർശക രാജ്യം. ഇവിടെയും 3 ദിവസത്തെ കൂടിക്കാഴ്ചകളും 2 ഇടങ്ങളിലായുള്ള പ്രസംഗവും. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ത്യൻ സ്ഥാനപതി GV ശ്രീനിവാസ്, സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. സോഷ്യൽ ക്ലബ്ബ് ചെയർമാൻ ബാബു രാജേന്ദ്രൻ, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ സംഘാടക സമിതി ചെയർമാൻ വിൽസൺ ജോർജ്, ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിംഗ് കൺവീനർ അജയൻ പുയ്യാറ തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു.
അമറാത്ത് മുനിസിപ്പൽ പാർക്കിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ ചടങ്ങ്. ഇന്ത്യൻ സോഷ്യൽ ക്ലബിലെ കേരള വിങ്ങാണ് പരിപാടി സംഘടിപ്പിച്ചത്. 26 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ നിന്നും ഒരു മുഖ്യമന്ത്രി മസ്കറ്റിലെത്തിയത്. ഇതിനു മുൻപ് 1999 EK നായനാറാണ് അവസാനമായി മസ്കറ്റ് സന്ദർശിച്ച കേരള മുഖ്യമന്ത്രി. മലയാളം മിഷന്റെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ സലാലയിലെത്തിയ പിണറായി വിജയൻ സലാല സന്ദർശിക്കുന്ന ആദ്യ കേരള മുഖ്യമന്ത്രി എന്ന ചരിത്രവും എഴുതി. മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ പക്ഷേ പ്രതിപക്ഷ പ്രവാസി സംഘടനകൾ പങ്കെടുക്കുന്നില്ല. KMCC, OICC, ഇൻകാസ് തുടങ്ങിയ സംഘടനകളെല്ലാം ബഹിഷ്കരണ നിലപാടിലാണ്. മുഖ്യമന്ത്രിയുടേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമെന്നാണ് ഇവരുടെ വിമർശനം. നിരന്തരമായി പ്രവാസികൾക്ക് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി അവരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ലാഭം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഗൾഫ് പര്യടനമെന്ന് KMCC മനസ്സിലാക്കുക. ബഹ്റൈനും ഒമാനും പുറമെ കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ കൂടി മുഖ്യമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. 6 ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് അനുമതി തേടിയതെങ്കിലും സൗദി സന്ദർശിക്കാൻ ഇതുവരെ അനുമതി കിട്ടിയിട്ടില്ല. ഗൾഫ് പര്യടനത്തിന്റെ പ്രധാന ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ വോട്ട് ഉറപ്പിക്കുക എന്നതു തന്നെയാണ്. ബഹ്റൈനിലെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 2016 മുതൽ 21 വരെ ഒരു ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടപ്പാക്കാൻ തുടർ ഭരണത്തിലൂടെ സാധിച്ചു. തുടർ ഭരണത്തിൻ്റെ പ്രത്യേകത നേടിയ പുരോഗതി സംരക്ഷിക്കാനായി കൂടുതൽ വികസനത്തിലേക്ക് പോകാൻ കഴിഞ്ഞു. ഇതാണ് ആ പ്രത്യേകത. ആ പ്രത്യേകത നിങ്ങൾ ഉൾക്കൊള്ളണം. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. തുടർ ഭരണത്തിനായി ബഹ്റൈനിൽ പ്രവാസികളോട് നടത്തിയ ഇതേ അഭ്യർത്ഥനയാണ് മസ്കറ്റിലും മുഖ്യമന്ത്രി ആവർത്തിച്ചത്. മസ്കറ്റിൽ പക്ഷേ മറ്റൊരു വ്യത്യാസമുണ്ടായിരുന്നു. നടപ്പാക്കിയ പ്രവാസി ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം. പ്രവാസികൾക്കുള്ള ക്ഷേമ പെൻഷൻ 2016 മുതൽ 2025 വരെ എടുത്താൽ 68,356 പ്രവാസികൾക്ക് 739 കോടി അനുവദിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവയിൽ ഇടപെടുന്നതിനുമാണ് NRI കമ്മീഷൻ രൂപീകരിച്ചത്. വമ്പൻ സ്വീകരണമാണ് മസ്കറ്റിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. 1999 EK നായനാർ സന്ദർശിച്ച ശേഷം 26 വർഷം തികയുമ്പോഴാണ് ഒരു കേരള മുഖ്യമന്ത്രി മസ്കറ്റിൽ എത്തുന്നത്. ഒരിടത്തും പ്രവാസികൾക്കുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. നടപ്പാക്കിയ പദ്ധതികൾ ഓർമ്മപ്പെടുത്തി തുടർ ഭരണം ഇനിയും ആവശ്യമെന്ന് അഭ്യർത്ഥിച്ചുള്ള മടക്കം.